ഫ്ലേവർ ട്രെയിൽസ് കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട കൂർക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ കൂർക്ക ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കൂർക്കയൊക്കെ അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കുട്ടി വ്ളോഗറെ ഒന്ന് പരിചയപ്പെടുത്താം. നമുക്കൊന്നൊരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? അത് നമുക്ക് സ്ട്രോബെറി ഇങ്ങനെ വെട്ടാം. അതിന് ശേഷം സ്ട്രോബെറി മിക്സിയിലോട്ടങ്ങാട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പാലൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം വാനില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇങ്ങനെ മിക്സിയിലിട്ട് അടിക്കാം. എന്നിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് 3 മണിക്കൂർ എടുക്കാം. എന്നിട്ട് നമുക്ക് തുറന്നിട്ട് ചിക്കും. നമ്മുടെ കുട്ടി വ്ളോഗർ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കുട്ടി വ്ളോഗറെ? നമ്മുടെ വിസിലെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പൊ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളിയും മുളകും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മുളകും എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക്. ഇപ്പം നിങ്ങൾക്ക് മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ ഇവിടെ ചതച്ച മുളകാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയും മുളകെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കാം. ഉള്ളി മുളകെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വേവിച്ച് വെച്ചേക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം. കൂർക്കയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. കൂർക്കയുടെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക.